ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തമിഴ്നാട്ടിലെ മുഖ്യ പ്രതിപക്ഷമായ DMK രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയായ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് അകന്നു പോകുന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും രാഷ്ട്രീയ വിലയിരുത്തലുകളും ശക്തമാവുകയാണ്. തമിഴ്നാട്ടിൽ DMK എന്ന പാർട്ടി ഒരു രാഷ്ട്രീയ ശക്തി മാത്രമല്ല, സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയെ പതിറ്റാണ്ടുകളായി നയിക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഏറ്റവും വലിയ കരുത്തുകളൊന്നായിരുന്നു DMK. തമിഴ്നാട്ടിൽ BJPക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുന്നതിൽ DMKയുടെ പങ്ക് നിർണായകമായിരുന്നു. അതുകൊണ്ട് തന്നെ DMK ഇന്ത്യ സഖ്യത്തിൽ നിന്ന് മാറിയാൽ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അഭ്യൂഹങ്ങൾക്ക് കാരണമായത് ചില രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ്. ദേശീയ തലത്തിൽ സഖ്യകക്ഷികൾ തമ്മിൽ പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയരുന്നുണ്ട്. സംസ്ഥാന താൽപര്യങ്ങളും ദേശീയ രാഷ്ട്രീയത്തിൽ തന്ത്രങ്ങളും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ പല പാർട്ടികളെയും ആശങ്കപ്പെടുത്തുന്നുമുണ്ട്. തമിഴ്നാട്ടിൽ DMK തന്റെ പ്രാദേശിക സ്വാധീനം കൂടുതൽ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അതേസമയം ദേശീയ രാഷ്ട്രീയത്തിൽ സഖ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് പലതരത്തിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് DMK ഇന്ത്യ സഖ്യത്തിൽ അസംതൃപ്തിയിലാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്റ്റാലിൻ അടക്കം പരാജയപ്പെട്ട് DMK പാർട്ടി പ്രതിപക്ഷത്താകുന്ന രീതിയിലാണ് വിജയിയുടെ TVK തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കടന്നു വരുന്നത്. ഇത് DMKയെ വലിയ തോതിൽ ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. കോൺഗ്രസും തന്റെ സഖ്യകക്ഷികളെല്ലാം വിജയിയുടെ TVKക്കൊപ്പം ചേർന്നതും പാർട്ടിക്ക് വലിയ തോതിൽ ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെ DMKയുടെ ഔദ്യോഗിക നേതൃത്വത്തിൽ നിന്നും ഇന്ത്യ സഖ്യം വിടുമെന്ന പ്രഖ്യാപനം ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പല നേതാക്കളും സഖ്യത്തിന്റെ ഭാഗമായി തന്നെ തുടരുന്നു എന്നുള്ള നിലപാടാണ് പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത്. DMK ഇന്ത്യ സഖ്യം വിട്ടാൽ ദക്ഷിണേന്ത്യയിൽ ഇന്ത്യ സഖ്യത്തിന് വലിയ തിരിച്ചടിയാകും. കാരണം തമിഴ്നാട്ടിൽ ഏറ്റവും ശക്തമായ സഖ്യകക്ഷിയാണ് DMK. മറ്റൊന്ന്, ദേശീയ തലത്തിൽ പ്രതിപക്ഷ ഐക്യത്തിന്റെ ശക്തിയെക്കുറിച്ച് പുതിയ ചോദ്യങ്ങൾ ഉയരും. BJPക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും രാഷ്ട്രീയമായി അത് നേട്ടമാകാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ മറുവശത്ത് DMKയും ഇന്ത്യ സഖ്യം വിടുമെന്ന എളുപ്പമായി തീരുമാനിക്കാനാകില്ല. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ ഐക്യം നിലനിർത്തുന്നത് പാർട്ടിയുടെ ദീർഘകാല രാഷ്ട്രീയ തന്ത്രമാണ്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ DMKയും AIADMKയും തമ്മിലുള്ള മത്സരമാണ് പ്രധാനമായും നിലനിൽക്കുന്നത്. അതിനാൽ ദേശീയ സഖ്യ രാഷ്ട്രീയത്തെക്കാൾ സംസ്ഥാന രാഷ്ട്രീയ ആവശ്യങ്ങൾക്കാണ് പലപ്പോഴും കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത്. ഇന്നത് DMKയും TVKയും മാറിയിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ DMK ഇന്ത്യ സഖ്യത്തിൽ നിന്നും അകലുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ടെങ്കിലും യാഥാർത്ഥ്യം എന്താണെന്ന് ഇതുവരെ വ്യക്തമല്ല. ദേശീയ രാഷ്ട്രീയത്തിൽ അടുത്ത നീക്കങ്ങൾ, സഖ്യകക്ഷികളോ നിലപാടുകൾ, തമിഴ്നാട്ടിലെ രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ എന്നിവയെല്ലാം ഈ വിഷയത്തിൽ നിർണായകമാകും. Waytonikah.com, the exclusive Muslim matrimonial site.